ലക്ഷദ്വീപിലെ 127 പാർട്ടി മെമ്പർമാരാണുള്ളത്. അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമാണ്, അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലക്ഷദ്വീപിലെ വിഷയങ്ങൾ നമുക്ക് രാജ്യതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും പാർട്ടി സമ്മേളനത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അതിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനുമുള്ളൊരു പ്രതീക്ഷയും ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപിൽ ഇപ്പോൾ നിലവിൽ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി ആണ് പ്രവർത്തനം ഏറ്റവും മുതിർന്ന ഘടകം എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റിയാണ് ലക്ഷദ്വീപ്. അതിൻ്റെ കീഴിൽ ഓരോ ദ്വീപിലും ബ്രാഞ്ച് കമ്മിറ്റികൾ ചേർന്ന് ആണ് ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. DYFIയുടെയും SFIയുടെയും CITU അടങ്ങുന്ന തൊഴിലാളികളുടെ വർഗ വിഭജന സംഘടനകളുടെ പ്രവർത്തനവും സജീവമായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ബ്രാഞ്ചുകളുടെ എണ്ണം കൂട്ടി, ലോക്കലുടെ എണ്ണം കൂട്ടി ഏരിയ എന്ന രൂപത്തിലേക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം സജീവമാക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപ് നമുക്കറിയാം വളരെ ആതിഥ്യ മര്യാദയുള്ള സ്ഥലമാണ്. സാംസ്കാരികപരമായിട്ട് തന്നെ വളരെ നല്ല രൂപത്തിലുള്ള, അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ അവിടെ ജയിലുകളിലും മറ്റും ആളുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. വളരെ നിഷ്കളങ്കമായ ആളുകൾ, അധ്വാനിച്ച് ജീവിക്കുന്ന കർഷകർ, തെങ്ങ് കർഷകർ, മത്സ്യത്തൊഴിലാളികളൊക്കെയുള്ള പാവപ്പെട്ട ആളുകളാണ് കൂടുതൽ പേരും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഈ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങൾ, അവരുടെ ആരോഗ്യ മേഖല തകർക്കുന്ന യാത്രാ പ്രശ്നങ്ങൾ എല്ലാം ഒരു വലിയ ഭീതിയിലൂടെ ഇപ്പോഴാണ് ജനങ്ങൾ. അവിടെ പണ്ടാരൻ ലാൻഡ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് നാട്ടിലെ. മുമ്പ് ഇതുവരെ ലക്ഷദ്വീപുകാർ അനുഭവിച്ചു വന്നിരുന്ന സ്ഥലം ഇപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാക്കി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലാൻഡായി നിയമം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ആളുകൾ വലിയ ഭീതിയിലാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ നമുക്കിവിടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ CPM, പ്രത്യേകിച്ച് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവും കാര്യങ്ങളൊക്കെ വലിയ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്താനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമായി, ആ സമ്മേളനമായി മാറട്ടെ. ആ രീതിയിലുള്ള ഒരു സന്തോഷവും അഭിമാനവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഭാഗമായിട്ട് വളരെയധികം ഉണ്ട്.